ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിലയിൽ ഈ വൈകുന്നേര സമയം ടവർ ഷോലാമിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ തൊക്കണം വലിയവനായ ദൈവം ഇങ്ങനൊരു സാവകാശം തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും TBFൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അനേക വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിനും പുതിയതായിട്ട് വചനം കേൾക്കുന്നവർക്കും വളരെയധികം സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഈ ഒരു മിനിസ്ട്രിയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾക്ക് കർത്താവ് ഇങ്ങനെ കൂടുവാനുള്ള സാവകാശം ദൈവം നമുക്ക് തന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. രാവിലത്തെ സമയം അവരവർ കൂടുന്ന സ്ഥലം സഭകളിൽ വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും എല്ലാം ദൈവം ഇടവരുത്തി. ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്നും ഈ മിനിസ്ട്രി ഓർത്ത് ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ തൊക്കണം പ്രിയ സഹോദരൻ ഡോക്ടർ സന്തോഷ് ദാനിയിലാണ് നമ്മുടെ മധ്യേ നിന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനിരിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. അനേക നല്ല ഗാനങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ടവർ കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. ഇപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കുന്നുകുഴി സഭയിലുള്ള പീറ്റർ ചാൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വലിയവനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയത്ത് അവിടുത്തെ തിരുസലിലേക്ക് കടന്നു വരുവാൻ തൊക്കണം അവിടുത്തെ കൃപയാൽ ഭാഗ്യന്നുള്ള സ്തോത്രം. രാവിലെ അവിടുത്തെ ആരാധിപ്പാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ കൃപ തന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാനും കർത്താവെ അവിടുന്ന് കൃപയാൽ ഭാഗ്യന്നുള്ള സ്തോത്രം. ഞങ്ങളോട് കാണിച്ച നിത്യമായ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അവിടുത്തെ കരുതലിനായിട്ട് സ്തോത്രം. കർത്താവ് ഇന്ന് വൈകിട്ട് ഇവിടെ കടന്നു വന്ന് ബൈബിൾ ക്ലാസ്സൊക്കെ സത്യപ്പാൻ തൊക്കണം അനേകർ കടന്നു വരുവാൻ തൊക്കണം അവിടെ നിരയാക്കിയതുകൊണ്ട് സ്തോത്രം. ആ ബൈബിൾ ക്ലാസ്സിനെ അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ആവശ്യമായ എല്ലാ കൃപകളും നിർദ്ദേശം നൽകിക്കൊടുക്കുകയും എല്ലാവർക്കും അത് പ്രയോജനമായി തീരുവാൻ തൊക്കണം അവിടെ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ആവശ്യമായ എല്ലാ കൃപകളും അവർക്ക് നൽകിക്കൊടുക്കുകയും ഇത് മുഖാന്തരം അനേകർ നിത്യയിൽ കാണപ്പെടുവാൻ തൊക്കണം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും മുഖത്തിനകത്ത് വെക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആദ്യത്തെ 2 പാട്ട് നമുക്ക് ഒരുമിച്ച് കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ലഭിച്ച ഈ സോങ് ഷീറ്റിലെ 12ാമത്തെ പാട്ട് പാടി നമുക്ക് ആദ്യം ആരംഭിക്കാം. എല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് പാടാവുന്നതാണ്. അതിനുശേഷം 6ാമത്തെ പാട്ട് പാടാം. 12ഉം 6ഉം പാടിയതിനു ശേഷം പിന്നെ ട്രാക്കിൻ്റെ സഹായത്തോടെ നമുക്ക് ഗാനം പാടി കേൾക്കാവുന്നതാണ്. ഇപ്പോൾ 12ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ട്രാക്കിൻ്റെ സഹായത്തോടെ ഒരു 3 ഗാനം കൂടെ പാടി കേൾക്കാം. ആദ്യമായിട്ടൊരു പ്രാർത്ഥനാ ഗീതം നമുക്ക് പാടി കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ അക്സ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും എന്ന് തുടങ്ങുന്നൊരു ഗാനം പാടി കേൾക്കാം.
ഈ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ എത്രയോ നല്ലവനാണ്, എത്രയോ മതിയായവനാണ്. കർത്താവിനെ പോലെ കരുതുന്ന ഒരു ദൈവം, കൈവിടാത്ത ഒരു ദൈവം മറ്റാരും ഇല്ല എന്നുള്ളത് അനേക കോടി ജനങ്ങളുടെ ജീവിത അനുഭവമാണ്. ആ കാരണത്താൽ ഇന്നും അനേകർ ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എന്നെ കരുതിയ നാഥ എന്ന് തുടങ്ങുന്നൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. കൊട്ടാരക്കരയിലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നതാണ്. നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വരെയെനിക്കരുളും അരുമയോടഭയം. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വരെയെനിക്കരുളും അരുമയോടഭയം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. തലചരിച്ചിടുവാൻ സ്ഥലമൊരു ലവമേ
ഉലകിതില്ല മനുജകുമാര തലചരിച്ചിടുവാൻ സ്ഥലമൊരു ലവമേ ഉലകിതില്ല മനുജകുമാര തലചരിക്കും ഞാൻ തവ തിരുമാറി മലമോടുലയിക്കും തവ മുഖപ്രഭയിൽ തലചരിക്കും ഞാൻ തവ തിരുമാറി മലമോടുലയിക്കും തവ മുഖപ്രഭയിൽ ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. നാം പാടിക്കേട്ടതുപോലെ കർത്താവ് കേവലം നമ്മെ കരുതുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും നല്ലൊരു സങ്കേതമാണ്. ബലം ക്ഷയിച്ചു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അവൻ നമുക്ക് നല്ലൊരു ബലമാണ്. ആരുമില്ല, ഏകാന്തത അനുഭവപ്പെടുന്ന വേളയിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. എൻ്റെ സങ്കേതവും എൻ്റെ ബലവും ഏറ്റവും അടുത്ത തുണയും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വീണ്ടും നമുക്ക് പാടിക്കേൾക്കാം. എയർപോർട്ട് സഭയിലെ ജയൻ സോര നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ.
ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കും എന്നെ നിത്യം. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇദ്ധരയിൽ രുചിച്ചറിവാ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇദ്ധരയിൽ രുചിച്ചറിവാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും ഏതു നേരത്തിലും
നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിയും പാടി കേട്ടും നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷിക്കുവാൻ ദൈവം അവസരമൊരുക്കി. തുടർന്ന് ദൈവവചന കേൾവിക്ക് വേണ്ടി നാം സമയം വേർതിരിക്കാൻ പോവുകയാണ്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ കുന്നൂഴി സഭാംഗമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് ഡാനിയൽ അവറുകളാണ് എന്ന വചനം ശുശ്രൂഷിക്കുന്നത്. താൻ വളരെ തിരക്കേറിയ തൻ്റെ സാഹചര്യത്തിൽ ഈ TBFൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഈ നിലയിൽ സംബന്ധിപ്പാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും TBFൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ താനും പ്രിയ കർത്താവിൻ്റെ ദാസിയും വന്നിട്ടുണ്ടല്ലോ, എല്ലാവരെയും സഭയായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിക്കുകയും നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഇംഗ്ലീഷിലായതുകൊണ്ട് അത് മലയാളത്തിലേക്ക് പ്രിയ ഫിന്നി വി ജോൺ തർജ്ജമ ചെയ്യുന്നതായിരിക്കും. ഇരുവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ റോയങ്ങളിലുള്ള നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. I was really enjoying some of those beautiful songs which really lifts us to the altar, to the throne of God. ആ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന അനുഗ്രഹിത ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. Songs are a very important part of our worship, isn't it? ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. Many amazing believers who've gone ahead of us and many of them who are still living have written these songs from their personal walk with the Lord. ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള അനവധി കർത്തൃദാസന്മാരാണ് ഇത്തരം ഗാനങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. And because it is based on the word of God, and as you walk through this earth, these songs really help you to continue to serve the Lord. ഈ തീർച്ചയായിട്ടും ദൈവ നാമമഹത്വത്തിനായിട്ട് അനേക കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ ഗാനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. I just want to now bring to you a few truths from the word of God which I've learned over the past few years. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ ചില ആത്മീയ സത്യങ്ങൾ ഇന്ന് ഈ സായാഹ്നത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. As I was growing up, just like many of you, ഞാൻ എൻ്റെ വളർച്ചയുടെ ആ കാലഘട്ടങ്ങളിൽ Apostle Peter was the most favorite character in my life. അപ്പോസ്തലനായ പത്രോസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. Because we are able to relate to him very, very easily. Apart from just when we think about Paul is somewhere up there in his holiness and in his walk with the Lord. But Peter is very much like us. പത്രോസാണ് നാമുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. പൗലോസ് വളരെയധികം ആത്മീയമായ നിലയിൽ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പത്രോസാണ് നമ്മളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. And as I was discussing this with one of the men of God who came to Australia to preach, ഓസ്ട്രേലിയയിൽ വന്ന ഒരു കർത്തദാസനുമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. and he said that's how all of us start, but as you continue to walk with the Lord, you start falling in love with Paul more and more. പത്രോസിനെ പോലെയാണ് നാം എല്ലാവരും നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ കൂടുതൽ നാം ആത്മീയമായിട്ട് വളരുമ്പോൾ നാം കൂടുതലായിട്ട് പൗലോസിനെ ഇഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങും. Why I just mentioned is that it is important. All these characters actually lived on this earth, and they were people like us. And when they write the scripture, it becomes very close to you. ഈ വ്യക്തികളെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്. അവരുടെ ജീവിതവും അവരുടെ എഴുത്തുകളുമൊക്കെ ഇത് നമ്മുടെ
ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുന്നവയാണ്. So you see the first Peter in the Gospels, but you see a second Peter in the epistle of the Peter. You see the first Peter in the Gospels, but when you come to the epistles of Peter, that is Peter 1 and Peter 2, you see a second Peter. പത്രോസിനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം, എന്നാൽ ലേഖനങ്ങളിൽ വരുമ്പോൾ ഒന്ന് രണ്ട് പത്രോസ് എഴുതിയ രണ്ട് ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. You absolutely see a second Peter. അവിടെ രണ്ടാമത്തെ ഒരു പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. There's a lot of difference between the Peter that we see in the gospel and the Peter whom you see in the epistles. സുവിശേഷങ്ങളിൽ നാം കണ്ട പത്രോസും ലേഖനങ്ങളിൽ നാം കാണുന്ന പത്രോസും വളരെയധികം വ്യത്യാസം ഉള്ള വ്യക്തികളാണ്. And as we look at Peter, Peter was just a fisherman. പത്രോസ് കേവലം ഒരു മുക്കുവനായിരുന്നു. But he has written some major doctrinal truths in the epistles of Peter. എന്നാൽ ഒന്ന് രണ്ട് ലേഖനങ്ങളിൽ വളരെ അധികം ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. When he stood up in Acts chapter 2 and spoke powerfully the word of God, 3,000 people came to know the Lord. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ശക്തമായ ആ പ്രസംഗത്തിങ്കൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. And in the next few chapters you find him doing a lot of miracles. അതിനുശേഷം അടുത്ത അധ്യായങ്ങളിൽ വളരെയധികം അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And you see that he is very courageous. വളരെ ധൈര്യശാലിയായ ഒരു പത്രോസിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. And the Pharisees and the Sadducees were totally surprised, and they said, these are unschooled ordinary men and we are hearing them speaking such wonderful truths. ആ പരീശന്മാരും സദൂക്യരും വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. ഇവർ പഠിപ്പില്ലാത്തവർ എന്ന് അവർ പറയുകയും എന്നാൽ അതേസമയം അവർ ആശ്ചര്യപ്പെടുകയും ചെയ്തു. So I'm just going to read a passage which is one of the most amazing passages in the whole of the Word of God. അതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ വളരെയധികം ആശ്ചര്യകരമായ ഒരു വേദഭാഗം ഇന്ന് പ്രാരംഭത്തിൽ തന്നെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I want you to turn to 1 Peter chapter 2. 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. And our passage is just from verses 5 to 7, just 3 verses. 5 മുതൽ 7 വരെയുള്ള 3 വാക്യങ്ങളാണ് പ്രാരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ. Read from 4, verse 4. ഓക്കെ, 4-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. I think this is a very familiar portion. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. So we're just going to look at a few important words in these 3 verses. പല വളരെ ശ്രദ്ധേയമായ ചില പദപ്രയോഗങ്ങൾ ഈ 3 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. And the first one here, it says, coming to him as to a living stone. അവിടെ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് 4-ാം വാക്യം എന്നുള്ള ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. So I want you to concentrate on that. If you're looking in your English Bible, it will say coming to him. അവൻ്റെ അടുക്കൽ വന്നിട്ട് എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. So the Greek word for that is proserchestai. That is a Greek word which is translated as coming to him. പ്രോസർചെസ്റ്റായ് എന്ന ഗ്രീക്ക് പദമാണ് ആ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുക്കൽ വരിക എന്നതിനുള്ള. So when you read that verse, it doesn't strike you straight away. Just things like as if I am coming to you. That's the meaning that we get.
വളരെ പ്രഥമ വായനയിൽ നമുക്കതിൻ്റെ അർത്ഥം കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതൊക്കെ ഒരു സാധാരണ പദമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. But in that Greek word, what it means is that drawing near with an intention to stay and to enjoy close relationship. എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ ആശയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുക്കൽ വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനും കർത്താവിൻ്റെ അടുക്കൽ എന്നും നിൽക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കടന്നുവരവാണ്. So it is the Gentiles were coming into the inner circle with an intention to stay and to enjoy close relationship with Lord Jesus Christ. അപ്പോൾ ജാതികളായിട്ടുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കർത്താവുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. You see that in verse 10 it says, which in time past were not a people. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. But now you've become, you're drawing close to Lord Jesus and with an intention to stay and to enjoy fellowship. എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം എന്ന് നാം അവിടെ വായിക്കുന്നു, ദൈവവുമായിട്ട് അടുത്ത ബന്ധം ആസ്വദിക്കുവാൻ തക്കവണ്ണമുള്ള ആ കൃപ ലഭിച്ചവരാണ് അവർ. So Peter starts saying, coming to him as to a living stone. ജീവനുള്ള കല്ലുകളായിട്ട് അവൻ്റെ അടുക്കൽ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് എന്നാണ് പത്രോസ് അവിടെ പറയുന്നത്. We know that in Ephesians chapter 2 verse 11 it says that at the time you were without Christ, aliens from the commonwealth of Israel, you were once far off, have been brought near by the blood of Jesus Christ. എഫേസ്യ chapter 2 verse 11. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. And now you've been bought near by the blood of Christ. മുമ്പേ ദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 13-ാം വാക്യമാണ് വായിച്ചത്, 2:13. So coming to stay and enjoy close fellowship, what is the other word that you can think of which will capture that meaning? അപ്പോൾ വളരെ അധികം അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി അടുത്തു വരിക എന്ന ആ പദത്തിന് മറ്റൊരു പദം എന്താണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്? That's what John's Gospel chapter 15 verse 5 says, he who abides in me and I in him bears much fruit. Abiding in Christ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. So I believe that all of you who are seated here have come to stay and enjoy a close fellowship with Lord Jesus Christ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവുമായിട്ട് ഒരു അടുത്ത ബന്ധം സ്ഥാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe you are abiding in Christ. കർത്താവിൽ തന്നെ വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്ന് ഞാൻ കരുതുന്നു. If you are abiding in Christ, the rest of these scripture that we are going to read is going to make sense to you. അങ്ങനെ കർത്താവിൽ നാം വസിക്കുന്നവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന വേദഭാഗങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So what is Peter saying? You are coming to him as to a living stone. എന്താണപ്പോൾ പത്രോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരിക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? So why is he talking about a living stone? You've heard about stones, you see stones, you've used stones, but he's talking about a living stone. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവനുള്ള കല്ലുകൾ എന്ന പദപ്രയോഗം? കല്ലുകൾ ജീവനില്ലാത്തതാണ്, എന്നാൽ ജീവനുള്ള കല്ലുകൾ എന്ന പദപ്രയോഗം എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു? The term living stones in 1 Peter chapter 2 verse 5, which we read, is a metaphor to illustrate the secure and living relationship that believers have with Lord Jesus. കർത്താവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം, വളരെ സുരക്ഷിതമായ ഒരു ബന്ധത്തെ കുറിക്കുന്നതിനാണ് ജീവനുള്ള കല്ലുകൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്.
it is reflecting a living relationship. It is dynamic, it is growing, it is palpable, it is something that you and me can feel on a day-to-day basis. അത് ജീവനുള്ള ഒരു ബന്ധമാണ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധമാണ് ഈ ആത്മീയ ബന്ധം എന്ന് പറയുന്നത്. So it is, you can picture that you have a living stone in the middle and all the other stones are coming and connecting with this living stone, and a building is happening horizontally and vertically. അപ്പോൾ ഈ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മറ്റ് കല്ലുകളായ നാം എല്ലാവരും വന്ന് ഇതൊരു കെട്ടിടമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. That's why in 1 Corinthians chapter 15 verse 45 we hear about the first man Adam becoming a living being. When God breathed life into man, he became a living being. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് അവൻ്റെ വായിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. But then Paul talks about in 1 Corinthians 15:45, the last Adam became a life-giving spirit. The last Adam became 1 കൊരിന്ത്യർ 15:45. 1 കൊരിന്ത്യർ 15-ന്റെ verse 45. 45-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. So he is a living, life-giving spirit. That's why he's called, Peter calls him as a living stone. കാരണം കർത്താവ് ജീവൻ നൽകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ ജീവനുള്ള കല്ലായിട്ട് പത്രോസ് ഉപമിച്ചിരിക്കുന്നത്. That is why we have come to the living stone. അതുകൊണ്ടാണ് ഈ ജീവനുള്ള കല്ലായ ക്രിസ്തുവിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നത്. And that's why the Lord said, I am the way, the truth and the life. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. And he said he has come to give us life in its fullness. കർത്താവ് ജീവൻ തരുവാനും സമൃദ്ധമായ ജീവൻ തരുവാനുമാണ് കടന്നു വന്നിരിക്കുന്നത്. So we have come to live and to abide with this living stone. അപ്പോൾ ഈ ജീവനുള്ള കല്ലിലേക്ക് വരുവാനും ആ കല്ലിൽ വസിക്കുവാനും ഒരു കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുവാനുമായിട്ട് നാം കടന്നു വന്നിരിക്കുന്നു. Only people who are born again can have that relationship with this living stone. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർക്ക് മാത്രമാണ് ഈ ജീവനുള്ള കല്ലുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നത്. That's why in Colossians chapter 2 he says he has made alive together with him, having forgiven you all the trespasses. So he makes us alive when we come in contact with this living stone. അപ്പോൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മെ എല്ലാവരെയും അവൻ ജീവിപ്പിക്കുന്നവരായിട്ട് തീർക്കും. So if we are a stone and we are not in connection with this living stone, then we are dead still in our trespasses. അതുകൊണ്ട് ആ സാധാ കല്ലുകളായ നാം കർത്താവിലേക്ക് വരുന്നില്ല എങ്കിൽ നാം വാസ്തവത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. And the second word that I just want you to notice here is that he is a cornerstone. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പദപ്രയോഗം എന്ന് പറയുന്നത് അവൻ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നതാണ്. So he is a living stone. അപ്പോൾ കർത്താവ് ഒരു ജീവനുള്ള കല്ലാണ്. But he is also the cornerstone. രണ്ടാമത് കർത്താവ് ഒരു മൂലക്കല്ലാണ്. So we know that in many parts of the world they still use a particular stone in the corner for them to gauge where the rest of the stones has to be placed. പല രാജ്യങ്ങളിലും ഒരു പ്രത്യേക കല്ല്, ഒരു വീട് പണിയുന്നതിന് ഒരു പ്രത്യേക കല്ല് ആദ്യം സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Once the cornerstone is set, ആ മൂലക്കല്ല് ആദ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ then it becomes the basis for determining every measurement in the remaining construction. ബാക്കിയുള്ള ആ വീടിൻ്റെ പണി ഏത് നിലയിൽ ഏത് ഭാഗത്തൊക്കെ ആ കല്ലുകൾ വെക്കണമെന്നത് ഈ മൂലക്കല്ലിൻ്റെ സ്ഥാനമനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. And everything must be aligned to this cornerstone.
ബാക്കി എല്ലാ കല്ലുകളും ഈ ആ കല്ലിനോട് ചേർന്ന് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. So as the cornerstone of the building of the church, Jesus is our standard of measure and alignment. അപ്പോൾ ആ സഭയുടെ മൂലക്കല്ല് എന്ന നിലയിൽ ആ ക്രിസ്തുവുമായിട്ടാണ് നാം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവുമായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കണം. അതുമായിട്ടായിരിക്കണം നാം നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. Jesus being the cornerstone is the benchmark. അതാണ് അതിൻ്റെ കർത്താവ്. മൂലക്കല്ലെന്ന നിലയിൽ കർത്താവാണ് അളവുകോൽ എന്ന് പറയുന്നത്. He is our standard of measure and alignment. എല്ലാ കാര്യത്തിൻ്റെയും അളവുകോല്, എല്ലാത്തിൻ്റെയും നിലവാരം തീരുമാനിക്കുന്നത് കർത്താവാണ്. It is not the elders who are the standard of measure and alignment. അത് എല്ലാത്തിൻ്റെയും അളവുകോൽ എന്ന് പറയുന്നത് സഭയിലെ മൂപ്പന്മാരല്ല. It is not the chairman of an organization that is going to be the standard of measure and alignment. ഒരു സംഘടനയുടെ ഒരു ചെയർമാൻ അല്ല ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. Jesus alone is the cornerstone. കർത്താവ് മാത്രമാണ് മൂലക്കല്ലായിരിക്കുന്നവൻ. He alone is our standard of measure and alignment. അവനാണ് എല്ലാ കാര്യങ്ങളുടെയും അളവുകോൽ എന്ന് പറയുന്നത്. A stone which builders rejected, this has become the chief cornerstone in Psalm 118 verse 22 and 23. ആ പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തനങ്ങൾ 118 അധ്യായത്തിൽ നാം വായിക്കുന്നു. And the psalmist says, and it is marvelous in our eyes. അത് ഏറ്റവും ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. So this cornerstone is not a New Testament concept, it is very much there in the Old Testament. അപ്പോൾ മൂലക്കല്ല് എന്ന് പറയുന്ന ആശയം പുതിയ നിയമത്തിലെ ആശയമല്ല, അത് പഴയ നിയമത്തിലെ ആശയമാണ്. And if anyone builds on the foundation with gold, silver, precious stones, wood, hay, straw, each one's work will become clear, for the day will declare it, because it will be revealed by fire. It's in Acts. Reference probably, yeah, 1 Corinthians chapter 3 verse 12 to 13. 1 Corinthians 12 verse 13. 1 കൊരിന്ത്യർ 3:11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് നാം വായിക്കുന്നു. So whatever we are building, it has to align with the cornerstone. അപ്പോൾ പണിയുന്ന എല്ലാ കാര്യങ്ങളും ഈ മൂലക്കല്ലുമായി ചേർന്നിരിക്കണം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. How is our building this evening? What are we building? Whatever we are building, is it aligning with this cornerstone? പ്രിയമുള്ളവരെ, എന്താണ് നാം പണിയുന്നത്? നമ്മുടെ പണി ഈ മൂലക്കല്ലുമായി ചേർന്ന് വരുന്നതാണോ എന്ന് ഇന്ന് രാത്രി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. So if we are not aligning with this cornerstone, then whatever we build will be completely burned down in the days to come. അപ്പോൾ ഈ മൂലക്കല്ലുമായി ചേർന്ന് വരാത്ത പണികളൊക്കെ വരും നാളുകളിൽ അത് അഴുകിപ്പോകും, അത് ഇല്ലാതായി തീരുമെന്ന് നാം വായിക്കുന്നു. So, and the third point about the stone is that it says it is a precious stone. ഇനി മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് ആ കല്ലെന്ന് പറയുന്നത് ശ്രേഷ്ഠമേറിയ ഒരു കല്ലാണ്. It says, coming to him as to a living stone, rejected indeed by men, but chosen by God and precious. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. So he is a living stone. കർത്താവ് ജീവനുള്ള ഒരു കല്ലാണ്. He is a cornerstone with whom we need to align and compare our lives and check our lives on a day-to-day basis. നമ്മുടെ ജീവിതങ്ങൾ കർത്താവ് എന്ന മൂലക്കല്ലുമായിട്ട് താരതമ്യം ചെയ്യുകയും അതിനോട് ചേർന്ന് വരികയും വേണം. Thirdly, brothers and sisters, he is a precious stone. മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് അവൻ ശ്രേഷ്ഠമേറിയ ഒരു കല്ലാണ്. That's why you read in Matthew chapter 3 verse 17, you know this verse, when he is getting ready to be baptized, there is this message from heaven. It says, this is my beloved son in whom I am well pleased. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 3:17 നാം വായിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. That's why John 3:16 says,
For God so loved the world, he gave his only begotten Son. ദൈവം അവൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 വായിക്കുന്നു. Brothers and sisters, many people did not recognize this precious stone when he was here on this earth. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ശ്രേഷ്ഠമേറിയ ഈ മൂലക്കല്ലിനെ പലരും തിരിച്ചറിഞ്ഞില്ല. Is this person somebody precious to you this afternoon, this evening? പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കർത്താവ് അത് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയവനാണോ എന്നുള്ളതാണ്. Is he somebody whom you love? കർത്താവിനെ നിങ്ങൾ വാസ്തവമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? Is he somebody who gives some excitement to you as you continue to walk with the Lord? ആ കർത്താവുമായിട്ട് അടുത്ത് വസിക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ ആവേശം പകരുന്നുണ്ടോ? This afternoon I was sharing briefly with the youth at Kunduri Assembly. കുന്നുകുഴി അസംബ്ലിയിലെ യൂത്ത്സുമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. And we studied the smallest parable that Jesus has ever said, and that is just one verse, probably two verse, and that's in Matthew chapter 13. And it says, again, the kingdom of heaven is like a merchant seeking beautiful pearls, who when he had found one pearl of great price, went and sold all that he had and bought it. അവിടെ ആ കർത്താവിൻ്റെ ഏറ്റവും ചെറിയ ഉപമ നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായി സുവിശേഷം 13:45-46 വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. So kingdom of heaven or kingdom of God is talking about salvation. The moment somebody accepts Jesus Christ into his life, he is added into the kingdom of God. ഒരു വ്യക്തി കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം ആ വ്യക്തി സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയാണ്. And he says the kingdom of heaven is like one who found one pearl of great price, so he went, sold all that he had and bought it. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. Is he the most precious person in your life this evening? പ്രിയമുള്ളവരെ, കർത്താവ് തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വ്യക്തി? Yes, he is a living stone. കർത്താവ് ജീവനുള്ള കല്ലാണ്. He is a cornerstone. അവൻ മൂലക്കല്ലാണ്. But is he a precious stone in your life? എന്നാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയ ഒരു കല്ലായിരിക്കുന്നുവോ? So I just wanted to go back to this verse. It says, coming to him as to a living stone, rejected indeed by men, but chosen by God and precious, you also as living stones are being built up a spiritual house. വീണ്ടും ആ വേദഭാഗത്തേക്ക് നാം മടങ്ങി വരാം. അവിടെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. No, sorry, verse 4 and 5. ആ 4-5 വാക്യങ്ങൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. So what is God building? അപ്പോൾ ദൈവം എന്താണ് പണിതുകൊണ്ട് ഇരിക്കുന്നത്? He is building a spiritual house. ഇവിടെ ദൈവം ഒരു ആത്മീയ ഗ്രഹം പണിതുകൊണ്ടിരിക്കുകയാണ്. What was the primary purpose of Christ's mission to earth? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉദ്ദേശ്യം എന്തായിരുന്നു? It was to redeem man back to God, isn't it? ആ ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ അടുപ്പിക്കുവാൻ, മനുഷ്യരെ വീണ്ടെടുക്കുക എന്നതാണ്. He did a lot of teaching, he did a lot of miracles, he did a lot of things, but the primary aim of his coming was to put into action the redemption plan of God the Father, God the Son and God the Holy Spirit. കർത്താവ് ഈ ഭൂമിയിൽ അനേക കാര്യങ്ങൾ ചെയ്തു. എന്നാൽ തൻ്റെ അത്യുത്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആളുകളെ വീണ്ടെടുക്കുക എന്നതായിരുന്നു. In other words, his primary purpose was to build his church, who is the bride.
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ തൻ്റെ മണവാട്ടി സഭയെ പണിയുക എന്നതായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. So the moment you become a believer, you are coming into the kingdom of God, you are being part of the church, or you are become the part of the bride of Christ. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്നു, നിങ്ങൾ സഭയുടെ അംഗങ്ങളായി മാറുന്നു. Very quickly, I just wanted to say a controversy which comes up when we are talking about building the church. ഈ സഭയുടെ ആ പണി അല്ലെങ്കിൽ കെട്ടുപണി എന്നതോട് ബന്ധത്തിൽ ഒരു വിവാദം ഉള്ള ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. There are certain denominations which says that the Peter is the one, Apostle Peter is the one who is on whom the church is built. പല സഭാ വിഭാഗങ്ങളും വിശ്വസിക്കുന്നത് പത്രോസ് എന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. Because in Matthew chapter 16 verse 18, Jesus says, on this rock I will build my church. കാരണം മത്തായി സുവിശേഷം 16:18 നാം വായിക്കുന്നത്, ഈ പാറമേൽ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നതാണ്. And probably that is the only place in the gospel the word church is mentioned. അവിടെയാണ് സുവിശേഷങ്ങളിൽ സഭ എന്ന പദം നമുക്ക് കാണാൻ സാധിക്കുന്നത്. But it is the most misinterpreted verse in the Bible. അത് ഏറ്റവും അധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വാക്യമാണ്. That is because the Greek word used for rock is called Petros, which means a small stone. ഇവിടെ പെട്രോസ് എന്നതാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. അത് ചെറിയ കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം. But when Jesus says in Matthew chapter 7 verse 24, he says, therefore whoever hears his saying of mine and does them like the wise man who built his house on the rock. The word for rock here is Petra, means foundational boulder. എന്നാൽ മത്തായി സുവിശേഷം 7:24 ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ ഈ പാറ എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് പദം പെട്ര എന്നാണ്. അത് വലിയ ഒരു പാറ കല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. So the other word Petros is used, means a small stone. We are all small stones and we come to the living stone, and together we are part of this great building of the spiritual house. അപ്പോൾ അവിടെ മത്തായി സുവിശേഷത്തിൽ ചെറിയ കല്ലുകൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചെറിയ കല്ലുകൾ നാം ആ വലിയ പാറയായ ക്രിസ്തുവിങ്കലേക്ക് വന്ന് ഒരു ആത്മീയ ഗ്രഹമായിട്ട് പണിയപ്പെടുകയാണ്. So when Jesus said, on this rock I will build my church, he was saying, on this Petros, which is a small stone, I will build my church. അപ്പോൾ ഈ ചെറിയ കല്ലിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. But in Matthew chapter 7 verse 24, when he talks about building your house on the rock, the word used there is Petra, means foundational boulder, which is Christ and Christ alone. എന്നാൽ മത്തായി 7:24 അവിടെ ആ മൂലഭാഷയിൽ വലിയ കല്ലാണ് നാം കാണാൻ സാധിക്കുന്നത്. ആ വലിയ കല്ല്, ആ വലിയ പാറ, അത് ക്രിസ്തുവാണ്. So it is a big deception, brothers and sisters, if we insist that the church is being built on one particular person, and who is a fallen man, and who is somebody who is just like us, has sinned in many ways. അതുകൊണ്ട് പത്രോസിന്മേലാണ് സഭ പണിയപ്പെടുന്നു എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. കാരണം പത്രോസ് നമ്മെ പോലെ പാപം ചെയ്ത വ്യക്തിയാണ്, പാപപ്രകൃതമുള്ള വ്യക്തിയാണ്. There are many verses here, in Isaiah talks about it, and when Isaiah talks about it in chapter 28 verse 16, he doesn't talk about Peter. What does it say? Behold, I lay in Zion a stone for a foundation, a tried stone, a precious cornerstone, a sure foundation. Hallelujah. യെശയ്യാ പ്രവചനം 28:16 നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. A tried stone, a precious cornerstone, a sure foundation. Is that Peter? അവിടെ നാം വായിക്കുന്നു, ഉറപ്പുള്ള അടിസ്ഥാനം, ശോധന ചെയ്ത
കല്ലും വിലയേറിയ മൂലക്കല്ലും എന്നാണ് നാം വായിക്കുന്നത്. അത് തീർച്ചയായിട്ടും പത്രോസ് അല്ല എന്ന് നമുക്കറിയാം. So whenever we interpret and try to make a doctrine from one particular verse, there is lot of problems with that, and that is a fallacy. അപ്പോൾ ഒരു വാക്യത്തിൽ നിന്ന് മാത്രം നാം ഉപദേശം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ദുരുപദേശമായിട്ട് മാറും. Let us see what Peter talks about building on the rock. Ephesians chapter 2 verse 20 to 22, if you can read it, it's a very foundational scripture. Ephesians chapter 2 verse 20 and 22, he says, having been built on the foundation of apostles and the prophets, Jesus Christ himself being the chief cornerstone. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എന്താണ് ഈ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. അവിടെ നാം വായിക്കുന്നത് ക്രിസ്തുയേശു, എഫേസ്യ 2:20 തൊട്ടുള്ള വാക്യങ്ങളിൽ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. And it says, in whom the whole building being fitted together grow into a holy temple in the Lord, in whom you also are being built together for a dwelling place of God in the Spirit. 21-ാം വാക്യത്തിൽ, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. So look at this, brothers and sisters. This is the beauty of the word of God. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവവചനത്തിന്റെ ആ മഹത്വം എന്ന് പറയുന്നത്. Peter, a fisherman and who didn't have much learning, writes about this amazing doctrine of we coming and connecting with this living stone, who is the cornerstone, who is the precious stone, and being built together as a spiritual house. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഈ പത്രോസ് ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു ഉപദേശമാണ് നമുക്ക് തരുന്നത്. ആ മൂലക്കല്ലായിരിക്കുന്ന, ജീവനുള്ള കല്ലായിരിക്കുന്ന, ശ്രേഷ്ഠമേറിയ കല്ലായിരിക്കുന്ന ക്രിസ്തുവിന്മേൽ പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹമാണ് നമ്മളെന്ന് പത്രോസ് പറയുന്നു. Paul, who is sat at the feet of Gamaliel and has gone to the university in those days and has become a Pharisee of Pharisee, probably in his mid-20s, he writes the same thing, having built on the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone. എന്നാൽ അതേസമയം തന്നെ വളരെ പരീക്ഷനായ വളരെ വിദ്യാഭ്യാസമുള്ള ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. Yes, praise God for Peter, who was an amazing person, and he played a pivotal role in pioneering, and a pioneering role in the building of the church. But the church is not built on Peter; it is built on the foundational boulder, the only Petra, that is Christ Jesus. തീർച്ചയായിട്ടും പത്രോസ് എന്ന വ്യക്തി വളരെയധികം താൻ വളരെ പ്രധാന പങ്ക് വഹിച്ചു, സഭയെ പണിയുവാനായിട്ട് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. എന്നാൽ അതേസമയം പത്രോസിന്മേലല്ല സഭ പണിതിരിക്കുന്നത്, അത് ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിന്മേലാണ് പണിതിരിക്കുന്നത്. So we looked at this, living stone, cornerstone, precious stone. We found out that God is building a spiritual house, and the spiritual house is his church. എന്നാൽ അപ്പോൾ ക്രിസ്തു എന്ന മൂലക്കല്ലിനു മേൽ, ആ ശ്രേഷ്ഠമേറിയ കല്ലിന്മേൽ പണിയുന്ന ആത്മീയ ഗ്രഹമെന്ന് പറയുന്നത് അത് സഭ തന്നെയാണ്. So why is he building this church? What is the purpose of building this church? അപ്പോൾ എന്തിനാണ് ക്രിസ്തു സഭയെ പണിയുന്നത്? And here when we go back to the primary scripture, that is 1 Peter chapter 2 verse 4, 5 and 6, it says 4 and 5, it says, you also living stones are being built up a spiritual house, a holy priesthood, to offer up spiritual sacrifices acceptable to God through Jesus Christ. അവിടെ അതിൻ്റെ ഉദ്ദേശ്യം ആ 5-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. So we have been transformed into a holy priesthood to offer sacrifices of praise to Lord Jesus.
അപ്പോൾ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനാണ് ക്രിസ്തു നമ്മെ പണിതുകൊണ്ടിരിക്കുന്നത്. That is why he is building this spiritual house. അതിനാണ് ഈ ആത്മീയ ഗ്രഹം പണിതുകൊണ്ടിരിക്കുന്നത്. That is why he is building this church. അതിനാണ് ദൈവം സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. That is why he is coming back again. അതുകൊണ്ടാണ് ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. In the same chapter, 1 Peter chapter 2, if you go to verse 9 and 10, it says, "But you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praise of him who called you out of darkness into his marvelous light." 1 Petrus 2:9 നാം വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തു നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. So even though the initial passage said that we are coming to him, no one can come to him unless the Holy Spirit enables. പരിശുദ്ധാത്മാവ് അതിന് കഴിവ് നൽകിയിട്ടല്ലാതെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് സാധ്യമല്ല. Unless God draws somebody to him, nobody can approach this holy God. ദൈവം ഒരു വ്യക്തിയെ വിളിക്കാതെ ആ വ്യക്തിക്ക് കർത്താവിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് സാധ്യമല്ല. Ephesians chapter 1 verse 4 says, "Just as he chose us in him before the foundation of the world, that we should be holy and without blame before him in love." Ephesians chapter 1 verse 4. എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ verse 4. നാലാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എഫേസ്യ ലേഖനം 1:4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. So he has chosen us, brought us close to this living stone, which is the cornerstone, which is a precious stone, and he is building the spiritual house so that we can then have the privilege of being a holy high priest, holy priest to in his courts, bringing praise and glory to his name. അപ്പോൾ നമ്മളെ ഒരു വിശുദ്ധ പുരോഹിത വർഗമാക്കി തീർക്കേണ്ടതിന്, ആത്മീയ യാഗം കഴിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ ഒരു ആത്മീയ ഗ്രഹമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. The royal priesthood, which is the office of the priesthood, was restricted to one tribe of Israel, but because of the sacrificial death of Jesus Christ, the veil that separated the Holy of Holies was opened up to us. Priesthood was exalted to all New Testament believers. നമുക്കറിയാം, പൗരോഹിത്യം പഴയ നിയമത്തിൽ അത് ലേവ്യ ഗോത്രത്തിന് മാത്രമുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസികളായ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. So when will you call a special person? When will you call somebody special? അപ്പോൾ ആരെയാണ് ശ്രേഷ്ഠൻ അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ എന്ന് നാം പറയുന്നത്? Because he says we are a chosen generation, a royal priesthood, a holy nation, his own special people. ഇവിടെ നാം വായിക്കുന്നത് രാജകീയ പുരോഹിതവർഗം വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു എന്ന് നാം വായിക്കുന്നു. So God calls you and me a special person. ദൈവം എന്നെയും നിങ്ങളെയും സ്വന്തം ജനം അല്ലെങ്കിൽ വിശുദ്ധ വംശം എന്ന് അഭിസംബോധന ചെയ്യുന്നു. Jesus is special to God, and now God says we are special to him because of what the Lord has accomplished on the cross of Calvary. കർത്താവ് ദൈവത്തിന് വളരെ ശ്രേഷ്ഠനാണ്. എന്നാൽ അതേസമയം നാം ക്രിസ്തുവിൽ കർത്താവിന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നിരിക്കുന്നു. Why is that? Because you are bought with a price. That's why we are special. കാരണം എന്താണ്? നമ്മെ വലിയ വില കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം വളരെ വിലയേറിയതായി തീർന്നിരിക്കുന്നത്. And that's why Peter talks about this. 1 Peter chapter 1, it says, "Not redeemed by perishable things like silver and gold, but by precious blood of Christ, the Lamb without blemish." 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ നാം വായിക്കും. നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നശിച്ചു പോകുന്ന
വെള്ളിയും പൊന്നും കൊണ്ടല്ല, പക്ഷേ ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളങ്കരമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്ന് നാം വായിക്കുന്നു. So brothers and sisters, I just want to summarize here that we have come to him, to a living stone, chosen by God, and he was the cornerstone and the precious stone, and together we are being built up as a spiritual house. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, ശ്രേഷ്ഠമേറിയ കല്ലിന്മേൽ, ജീവനുള്ള കല്ലിന്മേൽ നമ്മെ ഒരു ആത്മീയ ഗ്രഹമായിട്ട് അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. He has transformed us into a holy priesthood. നമ്മെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കി അവൻ തീർത്തിരിക്കുകയാണ്. He has made us special to him. അവനെ സംബന്ധിച്ച് നാം വളരെ വിലയേറിയവരാണ്. And the only thing that we are supposed to do is to offer up spiritual sacrifices acceptable to God through Jesus Christ. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ആത്മീയ യാഗങ്ങളായിട്ട് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ഒരു ജീവിതം നയിക്കുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. May the Lord enable you to do this wherever God has planted you and given you that privilege to live for him. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഈ വിധത്തിൽ ഒരു ദൈവത്തിന് പ്രസാദകരമായ യാഗമായി ജീവനുള്ള യാഗം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ശ്രദ്ധയോടെ ദൈവിക ഉപദേശങ്ങൾ മുമ്പാകെ നാം ആയിരിക്കുകയായിരുന്നു. ജീവനുള്ള ഒരു കല്ലായി, ഒരു ജീവനുള്ള സാക്ഷിയായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മെ ഓർപ്പിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോയി. 2 പത്രോസുകളെ നമ്മളവിടെ ശ്രദ്ധിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിലെ പത്രോസും പത്രോസിൻ്റെ ലേഖനത്തിലെ പത്രോസും. ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാതെ ഭയന്നോടിയ, ലജ്ജിച്ചു പോയ ഒരു പത്രോസും, കർത്താവിന് വേണ്ടി സധൈര്യം നിലനിന്ന ഒരു പത്രോസും, ജീവനുള്ള ഒരു വ്യക്തിയായി ആത്മീയ ജീവൻ അവനിൽ രൂപപ്പെട്ടു. കർത്താവിൻ്റെ ജീവൻ അവനിൽ പ്രവർത്തിച്ചു. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും അവനിടയായിത്തീർന്നു. വളരെ അനുഗ്രഹീതമായ ആശയങ്ങൾ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുകയായിരുന്നു. ഞങ്ങളുടെ ക്ഷണപ്രകാരം കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സന്തോഷ് ബ്രദർ കടന്നു വന്ന് വളരെ അനുഗ്രഹീതമായ ഒരു ആത്മീയ സന്ദേശം, വളരെ ചിന്തിക്കാനുള്ള ഒരു സന്ദേശം പകർന്ന് തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ സന്ദേശം, ഈ വചനം പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള മിനിസ്ട്രിയുടെ പേരിലുള്ള ദൈവനാമത്തിലുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. അതുപോലെ ആ സന്ദേശം വിവർത്തനം ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ ഫിന്നി ബ്രദറിനെയും ദൈവം ബലപ്പെടുത്തി. വേണ്ട ആശയങ്ങളും വാക്കുകളും ദൈവം നൽകി. പ്രിയദാസനോടുള്ള നന്ദിയും ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിൽ നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നാം പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത വിശുദ്ധ ദിവസം വീണ്ടും ദൈവസന്നിധിയിൽ ഈ സമയത്ത് കൂടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ കേട്ടു എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ. സംസാരിച്ചുകൊണ്ടേയിരിക്കട്ടെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ. നാം ഒക്കെ ജീവനില്ലാത്തൊരനുഭവമല്ല, ജീവനുള്ളവരായി. നമ്മുടെ പ്രാർത്ഥനയിൽ ജീവൻ ആവശ്യമാണ്, വിശ്വാസത്തിൽ ജീവൻ ആവശ്യമാണ്, ഭക്തിയിൽ ജീവൻ ആവശ്യമാണ്, ആത്മീയ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ആ പുതുക്കം, ജീവൻ നമുക്ക് ആവശ്യമാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഈ സന്ധ്യാസമയം കർത്താവ് തിരുസന്നിധിയിലായിരിക്കാനും കർത്താവെ അല്പം നിന്നെ ധ്യാനിപ്പാനും തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവെ നിൻ്റെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നല്ല പാട്ടുകളാൽ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും എല്ലാം കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് കർത്താവ് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നിൻ്റെ തൃപ്പാദത്തിൽ നിന്ന് കർത്താവെ നിൻ്റെ സംസാരം കേൾപ്പാനായിട്ട് കർത്താവെ നിൻ്റെ ദാസനെ അവിടെ നിന്ന് ഒരുക്കിയനായി സ്തുതിക്കുന്ന കർത്താവെ, ആ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിലേക്ക് ഞങ്ങളും കർത്താവെ വന്ന് ആ ജീവനുള്ള കല്ലുകളായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പണിയപ്പെട്ട് ആ കർത്താവെ ആ വിശുദ്ധ മന്ദിരമായി തീരുവാനുള്ള കർത്താവിൻ്റെ ആ ദിവ്യ ആഗ്രഹത്തിനായി ഞങ്ങൾ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ഒടുക്കത്തെ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്ന് കർത്താവ് ഞങ്ങളുടെ ആത്മാവുമായി പറ്റിച്ചേർന്ന് ഒരാത്മാവായി തീർന്ന് കർത്താവ് ഞങ്ങൾ വസിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ദിനംതോറും കർത്താവിൻ്റെ പണിയപ്പെടലാക്കി കർത്താവെ നിരന്തരമായിട്ട്
കർത്താവിൻ്റെ ആ പണിയപ്പെടൽ ഭാഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കേട്ടതായ വചനം കർത്താവെ നിരന്തരമായിട്ട് കർത്താവെ ഞങ്ങളുടെ രൂപാന്തരത്തിന് കാരണമായി തീരുവാനും കർത്താവ് അധികമായിട്ട് കർത്താവിനെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തക്കവണ്ണം ആ ജീവനുള്ളവരായിട്ട് കർത്താവെ വസിപ്പാൻ ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ് ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടിയിരിക്കണം. കർത്താവ് ഈ ദേശത്ത് കർത്താവ് ഇതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി തീരുവാൻ തക്കവണ്ണം അനേകർ കർത്താവെ ഇവിടെ വന്ന് കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിപ്പാനും കർത്താവെ നിൻ്റെ സന്നിധിയിൽ കർത്താവെ അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. രോഗത്തിലും പ്രയാസത്തിലുള്ളവരെ കർത്താവ് സൗഖ്യം കൊടുക്കണമേ. ഇന്ന് വരുവാൻ സാധിക്കാതെ പോയവരെയും കർത്താവെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ എല്ലാവരും മേലും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ട വചനത്തിന്മേലും നമ്മുടെ എല്ലാ കാര്യത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.